നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയിലെ മറഞ്ഞിരിക്കുന്ന പല സത്യങ്ങളും പുറത്തു വരുവാണ്. സിയെ മാർട്ടിനും കൂട്ടനും കൂടെ കല്യാണിയുടെയും കിരണിന്റെയും വീട്ടിലേക്ക് വന്ന് അങ്ങനെ അവരുടെ പറമ്പിൽ നട്ടിരിക്കുന്ന ആ തെങ്ങും തൈ അത് പറിച്ചു മാറ്റി അവിടെ കുഴിയെടുക്കുവാണ്. കുഴിയെടുക്കാന്ന് പറഞ്ഞാല് അവിടെ കുഴി തോണ്ടുവാണ്. അവിടെ ഇനിയിപ്പം ഗംഗാപ്രസാദിന്റെ ബോഡി കുഴിച്ചിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. വേലും അമലും ഒക്കെ വല്ലാത്തൊരു ഞെട്ടലോടുകൂടി നോക്കി നിന്ന് കഴിഞ്ഞപ്പോ സിഐ മാർട്ടിൻ പറഞ്ഞു, എന്താടാ വേലു, നിന്റെ മുഖത്ത് മുമ്പത്തെ ചിരിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കോടതി വെച്ച് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല സാറേ, അത് പിന്നെ എടോ, ആ ഗംഗാപ്രസാദിനെ തലയ്ക്കടിച്ച കൊന്ന ആ ഇരുമ്പുതണ്ടുണ്ടല്ലോ, ആ ഇരുമ്പുതണ്ടിൽ നിന്റെ ഒന്നും വെള്ളടയാളങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതാരാ ചെയ്തേന്ന് എനിക്ക് അറിയണം. അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നില് നിങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് നല്ല 100% വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം. ഇനി നിന്റെയൊക്കെ ചിരി മായാൻ പോവാ. കോടതിയില് ഞാൻ നിന്ന് വേർത്ത നീയെ കണ്ടായിരുന്നല്ലോ, അതുപോലെ ഇനിയിപ്പൊ നീയൊക്കെ ആയിരിക്കും കോടതി കയറി നിൽക്കുന്നത്. എനിക്ക് ശരിക്കും ഒന്ന് കിടന്നുറങ്ങണോടാ. കണ്ടോ, ഈ കുഴി മാന്തി കഴിയുമ്പോഴത്തേനും അവന്റെ ബോഡി കിട്ടും. അപ്പൊ ഞാൻ സുഖമായിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വേലോട്, എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവനൊരു ദുഷ്ടനായിരുന്നുള്ള കാര്യം അറിയാലോ ഗംഗാപ്രസാദ്. എന്നിട്ടാണോ അവന് വേണ്ടിയിട്ട് സാറിങ്ങനെ? എടോ, ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിലേ എനിക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ചല്ലേ മതിയാവുള്ളൂ. അപ്പൊ അന്വേഷിക്കും, എന്നിട്ട് ആ ഫയല് ക്ലോസ് ചെയ്യുകയും ചെയ്യണം. പോലീസുകാരന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നിന്നോടൊന്നും ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. വേലുവിന് ആകെപ്പാടെ ടെൻഷനായി. ഈ സമയം കിരൺ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കിരണ് കല്യാണിക്ക് ആപ്പിളൊക്കെ മുറിച്ച് കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, കിരണിന്റെ എണ്ണം കഴിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ട കല്യാണി, കിരണിന്റെ എണ്ണൊന്നും കഴിച്ചിട്ടുണ്ടായിരിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കിരൺ പറഞ്ഞു, ഇന്ന് ഞാൻ എന്തായാലും കഴിച്ചു. പക്ഷെ നിന്നെ അന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ദിവസം എനിക്ക് വിശപ്പും ദാഹവും ഒന്നും ഇല്ലായിരുന്നു. ആകെപ്പാടെ പേടിയായിരുന്നു, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുന്നൊരു ഭയം. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ശരിക്കും ആ ഒന്നുകൂടെ അയാൾ കുത്തുമായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തുനിന്ന് തന്നെ വിട പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പെട്ടെന്ന് കല്യാണിയുടെ വാപത്തോണ്, അങ്ങനൊന്നും പറയരുത് കല്യാണി, വെറുതെ ആണെങ്കിൽ പോലും പറയരുത്. എനിക്കത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. നിന്നെ കുത്തിയവനെ ഞാൻ തീർക്കുമെന്ന് കരുത്തിനാ പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ നടന്നേ. അതുകൊണ്ടല്ലേ എനിക്ക് അവനെ പിടികൂടാനും ആ കൊടുങ്കാട്ടിലേക്ക് കൊണ്ടുപോയി ചെന്നായ്ക്കൾക്കും കുറുനരികൾക്കും ഇട്ടുകൊടുക്കാൻ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, എന്നാലും എനിക്കൊരു പേടിയുണ്ടായിരുന്നു കിരണേട്ട. എന്ത്? അല്ല, അയാൾ കിരണേട്ടനെ ഉപദ്രവിക്കുമെന്ന്. അങ്ങനൊന്നും ഇല്ല. ഇനിയിപ്പൊ അയാൾ ഉപദ്രവിക്കാനൊന്നും വരത്തില്ലല്ലോ. നീ എന്തിനാ പേടിക്കണേ? ധൈര്യമായിട്ടിരിക്കെ, ഞാനല്ലേ പറയണേ. നിനക്കൊരു പോറല് പോലും പറ്റിയിട്ടുണ്ട്, പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതും ആ രാഹുലിനെ പോലെ ഒരു ദുഷ്ടൻ. പിന്നെ അയാൾ മരിക്കുന്നതിന് മുമ്പ് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എന്ത് കാര്യങ്ങള്? അല്ല, കുഞ്ഞുനാളിലെ എന്നെ സോണിയെ കയ്യെ പിടിച്ച് നടത്തിയതും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഞാൻ അയാളെ വെറുതെ വിടുമെന്ന് കരുതിയിട്ട്. പക്ഷെ എന്റെ കല്യാണം ഉപദ്രവിച്ച ആളെ എനിക്ക് വെറുതെ വിടാൻ പറ്റുമോന്ന് ചോദിച്ചു. അപ്പോഴാണ് കിരണിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. വേലുവായിരുന്നു. അങ്ങനെ വേലു കോൾ എടുത്തിട്ട് ചോദിച്ചു, അല്ല കിരൺ സാർ ഇത് എവിടെയാന്ന് ചോദിച്ചു. ഞാൻ കല്യാണിന്റെ അടുത്ത്. എങ്കിലും ഒരു കാര്യം ചെയ്യാം, കല്യാണി ടീച്ചറുടെ അടുത്തുനിന്ന് കുറച്ചും കൂടെ മാറി നിൽക്കാന്ന് ചോദിച്ചു. അങ്ങനെ കോള് കട്ട് ചെയ്ത് വേലു. ഈ സമയത്ത് കല്യാണി ചാര ആ വേലുവോ വിളിക്കുന്നേ. ഒരു പക്ഷെ ഇനിയിപ്പോ അവൻ അമലുവിനെയും കൂട്ടി പോകാൻ തുടങ്ങണമെന്ന് അറിയില്ല. പോവാനോ? അതിന് ഞാൻ അമലുവിനോട് പറഞ്ഞായിരുന്നല്ലോ 2 ദിവസം അവിടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഫോണുമായിട്ട് പുറത്തേക്ക് പോന്നു. പുറത്തെത്തിയിട്ട് കിരണ് വേലുവിനോട് വിളിച്ചിട്ട് ചോദിച്ചു, എന്താടാ കാര്യം എന്ന് ചോദിച്ചു. അത് പിന്നെ സാറേ, ഇവിടെ പോലീസും ബഹളവും കൂട്ടുവയ്ക്കാന്ന് പറഞ്ഞു. പോലീസോ? അതെ, നമ്മളാ തെങ്ങുന്തേ നെട്ടിലെ അവിടെ ഒന്ന് പോലീസും മാന്തുവാന്ന് പറഞ്ഞു. കിരൺ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. സത്യമാണ്ട വേലു പറയണേ? അതെ, ആ സിഐ മാർട്ടിനും കുറെ പോലീസുകാരും ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സാറേ. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. സാറ് വരണ്ട, ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. ഞാൻ ഏറ്റെടുത്ത് ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. സാറ് ജയിലിൽ പോയി കിടക്കേണ്ടവനല്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, അത് വേണ്ട, അങ്ങനെ നീ കുറ്റം ഏറ്റെടുക്കാൻ പോകുന്നു വേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കിരൺ കോള് കട്ട് ചെയ്തു. ഇതേ സമയത്ത് രതീഷ് കാർത്തികയും ലക്ഷ്മിയമ്മ കാണാൻ വന്നു. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് ലക്ഷ്മി പറഞ്ഞു, ഈ സി എക്ക് ഇത് എന്തിന്റെ കേടാന്ന് പറഞ്ഞു. അയാൾ വീണ്ടും വീണ്ടും ഗംഗാപ്രസാദിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണല്ലോ എന്ന് പറഞ്ഞു. കാർത്തിക പറഞ്ഞു, അതെ, അയാൾക്കാണെങ്കിലോ അതുപോലെയുള്ള കൊടും ക്രിമിനലിനെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്താനാണ് താല്പര്യം എന്ന് പറഞ്ഞു. ലക്ഷ്മിയമ്മ പറഞ്ഞു, ഞാനേ മറ്റുള്ള പോലീസുകാരുമായിട്ട്, എനിക്ക് പരിചയമുള്ള കുറെ പോലീസുകാരുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറയണേ, ഈ സി എ മാർട്ടിന് ഒരു കേസ് തെളിയിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അറ്റം കാണുമെന്നാ പറയണേ. അയാള് കൈക്കൂലിയൊന്നും മേടിക്കാത്തൊരു പോലീസുകാരനാണ് പോലും.
അത് കേട്ടപ്പോൾ രതീഷ് പറഞ്ഞു, അതൊക്കെ ശരിയാ, അയാളുടെ ചോദ്യം ചെയ്യൽ കുറച്ച് കടുപ്പാന്ന് പറഞ്ഞു. പിന്നെ പേടിക്കൊന്നും വേണ്ട, എന്ത് വന്നാലും ഞാൻ വേലും കിരൺ സാറിന്റെ ഒപ്പം ഉണ്ടായിരിക്കും. കാരണം കിരൺ സാറിന്റെ വേണ്ടി ഞങ്ങൾ ജയിലിൽ പോയി കിടക്കാനും ഒരുക്കുക. അതുകൊണ്ട് കിരൺ സാറിന് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. കാർത്തിക പറഞ്ഞു, എന്നാലും എനിക്ക് മനസ്സിലാത്ത കാര്യം, അയാൾ എന്തിനാ ഇത്ര താല്പര്യത്തോടുകൂടി ഈ കേസ് അന്വേഷിക്കണമെന്നാ. ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇനിയിപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ മോളെ, അതാ എനിക്കൊരു ഭയം. കല്യാണി ഹോസ്പിറ്റലും കൂടെയാണല്ലോ, ഈ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. രതീഷ് പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കത്തൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക. ഈ സമയം ലക്ഷ്മിയമ്മ ചെന്നാലും ആരായിരിക്കും തലക്കടിച്ചിട്ടുണ്ടായിരിക്കുക? വേലുവിന്റെ വില്ലടയാളോ അങ്ങനെയൊന്നും ഇല്ല ആ ഇരുമ്പതിൻ്റെ. അപ്പൊ പിന്നെ ആരായിരിക്കും? ഇനിയിപ്പം പ്രകാശേണ്ണ എങ്ങാനും ആയിരിക്കുമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു, ഒരിക്കലും അച്ഛനില്ല, അച്ഛനായിരിക്കില്ല എന്ന് പറഞ്ഞു. അച്ഛൻ എൻ്റെ കെട്ടിന സമയത്ത് കുറച്ച് സമയം അച്ഛനെ കാണാതായിരുന്നു, പക്ഷെ അച്ഛൻ പെട്ടെന്ന് തിരികെ വരികയും ചെയ്തു. ലക്ഷ്മിയൻ പറഞ്ഞു, അതാ എനിക്കൊരു സംശയം, ഇനി പ്രകാശേണ്ണ എങ്ങനെയോ ആയിരിക്കുമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ അച്ഛന് പറയോ, ഞാൻ ഈ കേസ് ഏറ്റെടുത്തോളാം, കിരണിന് വേണ്ടിയിട്ട് ജയിലിൽ പോയി കിടന്നോളാം എന്നൊക്കെ പറയുക. അച്ഛനാണെങ്കിൽ കിരണിനെയൊക്കെ അറസ്റ്റ് ചെയ്തതിന് മുമ്പ് തന്നെ പറയില്ലേ, ഞാനാണ് തെറ്റ് ചെയ്തേ, ഞാൻ ജയിലിൽ കിടന്നോളാം എന്നൊക്കെ. അച്ഛനല്ലെന്നുള്ള കാര്യം ഉറപ്പാ, ഇത് വേറെ ആരോ ആണ് ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ അവർ പരസ്പരം പറയുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കിരൺ വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ശാന്തി ചേച്ചി പേടിയോടുകൂടി ഓടിച്ചെന്നു. എന്നിട്ട് ചോദിച്ചു, മോനെ പോലീസുകാർ വന്നിട്ട് ഇവിടെ മൊത്തം കുഴി മാന്തു വെക്കുന്നു എന്ന് പറഞ്ഞു. മോനെ അവിടെ ഇനിയിപ്പോൾ ആ ഗംഗാപ്രസാദിന്റെ ബോഡി എങ്ങാനും ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട് ശാന്തി ചേച്ചി എന്ന് പറഞ്ഞു. ഉണ്ടെന്നോ? അതെ, അവനെ ഒരു ദുഷ്ടനെ കൊന്നിവിടെ കൊണ്ടു കുടിച്ചു മൂടിയിട്ടുണ്ട്. ചേച്ചി തൽക്കാലത്തേക്ക് ഇതിനെക്കുറിച്ച് ആരോടും പറയാൻ പോകണ്ട, കൂടി വന്നാൽ എനിക്കൊരു ജയിൽ ശിക്ഷ കിട്ടുമായിരിക്കും, ഞാനത് അനുഭവിച്ചാളെന്ന് പറഞ്ഞു. എന്നാലും മോനെ ചേച്ചി എന്തിനാ പേടിക്കണേ, ചേച്ചി ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് ശാന്തി ചേച്ചിനെ സമാധാനിപ്പിച്ച നേരെ കുഴിമാടത്തിന് അരിയിലേക്ക് പോകണം. അപ്പൊ കുഴിച്ചിട്ടും ബോഡി കിട്ടുന്നില്ല. ആ സമയത്ത് കുഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞു, സാറേ ഇനി കുഴിച്ചിട്ടുണ്ടെങ്കിൽ കിണർ പോലെ ആയി പോകുന്നു പറഞ്ഞു. ഒന്നുകൂടെ നോക്കണോ, കിണറിനേക്കാളും താഴ്ത്തിയായിരിക്കും ചിലപ്പോൾ ഇട്ടിരിക്കണേന്ന് പറഞ്ഞു. അപ്പോഴാണ് കിരണിന്റെ വരവ്. കിരണിനെ കണ്ടു കഴിഞ്ഞപ്പം സിയെ ചോദിച്ചു, എന്താടോ കിരണേ താനിവിടെ? സാറേ എന്റെ വീടല്ലേ ഇത്, പിന്നെ എനിക്ക് വരാൻ പാടില്ലേ? അല്ല തന്റെ ഭാര്യ ഹോസ്പിറ്റലല്ലേ, അതുകൊണ്ട് ഈ സമയത്ത്. അത് പിന്നെ ഭാര്യയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വീട്ടിലല്ലേ ഇരിക്കുന്നേ, അപ്പൊ അത് എടുക്കണ്ടേന്ന് ചോദിച്ചു. അതിനായിട്ട് ഞാൻ വന്നാ. അത് കേട്ടപ്പോ സിയെ ചോദിച്ചു, അതോ ഇനിയിപ്പോ ആരെങ്കിലും ഇവിടുന്ന് വിളിച്ചിട്ട് വന്നാണോ? അതിന്റെ ആവശ്യം എന്താ സാറേ? ശരി ശരി ആയിക്കോട്ടെ. പിന്നെ നീ കുഴിച്ചിട്ട് ആ ബോഡി അത് കണ്ടെടുക്കാൻ വേണ്ടി ഞാനിവിടെ കുഴിച്ചോണ്ടിരിക്കണേന്ന് പറഞ്ഞു. എന്റെ സാറേ, സാർ എന്ത് വർത്താനാ പറയണേ? ആ ഗംഗാപ്രസാദിനെ പോലുള്ള മരിച്ചതിന്റെ പേര് സന്തോഷിക്കുന്നതിന് പകരം, എടോ അവൻ മരിച്ചതിന്റെ പേര് സന്തോഷിക്കാനായിട്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല. കാരണം എനിക്കൊരു കേസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ പരമാവധി അന്വേഷിക്കും, അതിന്റെ അറ്റം വരെ പോവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പോലീസ് ഇത്രയും കാലത്ത് എന്റെ സർവീസിനിടയ്ക്ക് എനിക്ക് ഇതുപോലൊരു നാണക്കേട് ഉണ്ടായിട്ടില്ല. കോടതിയിൽ എന്നെ കയറ്റി നാണം കെടുത്തി വിട്ടവരല്ലേ നീ. അപ്പൊ ഇതിന്റെ അറ്റവും മൂലം കണ്ടെത്തിയിട്ട് എന്നെ കാര്യം ഞാനും വിചാരിച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടായി, ഇവിടെ വന്നിട്ട് ഇതുവരെയായിട്ടും ആ ബോഡിയെ കുറിച്ചുള്ളൊരു കാര്യങ്ങളും കിട്ടിയിട്ടില്ല. ഇവിടെ തന്നെയായിരുന്നു ബോഡി എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പായിരുന്നു പറഞ്ഞു. ആ സമയത്ത് കിരൺ പറഞ്ഞു, എന്റെ സാറേ, സാർ എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയണെന്ന് ചോദിച്ചു. ഓരോന്നൊക്കെ പറയണേ എന്തിനാന്നോ, ഞാൻ ഉള്ള സത്യങ്ങളല്ലേ പറഞ്ഞേ, ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ആ സമയം കിരൺ ടെൻഷനോട് കൂടി നോക്കുകയാണ്. ഇപ്പൊ തന്നെ ഗംഗാപ്രസാദിന്റെ ബോഡി വരും പൊങ്ങി വരും എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് അവിടെ കുഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പറഞ്ഞു, സാറേ ഇവിടെ നിന്നൊന്നും കിട്ടുന്നില്ല, ഇനിയും കുഴിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അത്ര താഴ്ത്തിയൊന്നും എന്താണെങ്കിലും ഒരു ശവം കൊണ്ട് കുഴിച്ചിടേണ്ട കാര്യമില്ലല്ലോ. ആ സമയത്ത് കിരണിനെ നോക്കിയിട്ട് സിയെ പറഞ്ഞു, എടോ കിരണെ, താൻ ബുദ്ധിമാനാന്ന് മനസ്സിലായി. ഒരു പക്ഷേങ്കിൽ ഇവിടെ വന്ന് ഞാൻ കുഴി മാന്തുന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് താൻ ആ ബോഡി ഇവിടുന്ന് മാറ്റിയല്ലേന്ന് ചോദിച്ചു. ബോഡി മാറ്റാനോ? സാർ എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു. അതെ, എങ്ങോട്ടാ ബോഡി മാറ്റിയത്? മിക്കവാറും താൻ എവിടെയും കൊണ്ടേ അത് കത്തിച്ച് കളഞ്ഞു കാണോ അല്ലേന്ന് ചോദിച്ചു. കത്തിച്ച് കളയാനോ? ഒന്ന് പോസാലേ എവിടുന്ന്. എന്നാലും നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട, ഞാൻ എന്താണ് ഇതിന്റെ പിന്നാലെ തന്നെയുണ്ട്, സത്യം കണ്ടെത്തുക തന്നെ ചെയ്യും. ആ ബോഡി നീയൊക്കെ ഇവിടുന്ന് മാറ്റി, എനിക്കറിയാം, എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും വേലുവിനോട് കിരൺ ചോദിച്ചു, എടാ വേലു, നീ എങ്ങാനും ആ ബോഡി ഇവിടുന്ന് മാറ്റിയാണെന്ന് ചോദിച്ചു. ഞാൻ മാറ്റിയില്ല, ഞാൻ കരുതി കിരൺ സാറായിരിക്കുന്നത്. എടാ ഞാൻ മാറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാലും ആ ബോഡി ഇത് എവിടെ പോയി കാണും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു കിരണിനും വേലുവിനും. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കിരൺ ചന്ദ്രസേനെ കാണാനായിട്ട് ചെന്നു. അങ്ങനെ ചന്ദ്രസേനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് കിരൺ ചന്ദ്രസേനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കിരൺ പറഞ്ഞതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രസേന പറഞ്ഞു, എടാ കിരണേ, നീ മുമ്പ് ഓർക്കുന്നില്ലേ ആ CI വന്നിട്ട് ആ തെങ്ങിന്തയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ ജോലിക്കാരി ശാന്തിയോട് ചോദിച്ചതും, പിന്നെ അത് മാത്രമല്ല ആ തെങ്ങിന്തൈ മേടിച്ച ആരോടാ എന്താന്നൊക്കെ അന്വേഷിച്ചതൊക്കെ അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീടാണ്
കല്യാണിക്ക് കുത്തികൾക്കൊക്കെ ചെയ്ത് കല്യാണി ഹോസ്പിറ്റലിലും ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതെ, നിങ്ങളെല്ലാവരും അവിടെയായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ കുറച്ച് ആൾക്കാരും കൂട്ടി അങ്ങോട്ടേക്ക് വന്നായിരുന്നു. അവിടുന്ന് ആ ബോഡി പൊക്കിയിട്ട് ഞാൻ ഇതുകൊണ്ട് നശിപ്പിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ കിരണൻ്റെ അന്താളിപ്പോട് കൂടി ചോദിച്ചു, അല്ലച്ചാ അച്ഛൻ എങ്ങനെ ഇതിന് തോന്നിയെന്ന് ചോദിച്ചു. പിന്നെ ആ സി ഐ എന്താണെങ്കിലും അവിടെ വന്ന് മാന്തും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. സി ഐ അതിനെക്കുറിച്ച് അന്വേഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ബോഡി അവിടെ നിന്ന് മാറ്റിച്ചെന്ന് പറഞ്ഞു. അല്ലച്ച, എന്നാലും അറിയാൻ്റെ ആകാംക്ഷ എവിടെയായിരുന്നു? അതൊക്കെ ചുടുകാട്ടിക്കൊണ്ട് എന്നേ കത്തിച്ചു കളഞ്ഞു. ഇനിയിപ്പോൾ അയാൾക്കൊരു പൊടി പോലും കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അന്ന് ഓർത്ത് എൻ്റെ മോൻ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ കിരൺ പറഞ്ഞു, എന്നാലും അച്ഛാ എനിക്കിപ്പോൾ ഇത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അത് മാത്രമല്ല, ആരായിരിക്കും ഇനിയിപ്പം അയാളുടെ തലക്കടിച്ചത്? ആ ഗംഗാപ്രസാദ് തലക്കടിച്ചേ ഞാനും വേലു ഞങ്ങൾ ആരുമല്ല എന്ന് പറഞ്ഞു. ഈ സമയം ചന്ദ്രശേഖരൻ പറഞ്ഞു, നിനക്കറിയാലോ നിന്റെ അമ്മയുടെ കാര്യം. നിനക്കൊരു പോറൽ പറ്റിയെന്ന് പറഞ്ഞ് നിന്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. രൂപയ്ക്ക് അവളെ കാപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. കഴിഞ്ഞ ദിവസം തന്നെ നീ വരാൻ ഇത്തിരി വൈകി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാട് ടെൻഷനായിരുന്നു അവൾക്ക്. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, എന്നാലും വെച്ചാ അയാളെ തലക്കടിച്ച് ആരാന്നാ? അതാ എനിക്ക് അറിയില്ലാത്ത കാര്യം. സത്യം പറ, ഇനിയിപ്പോൾ അച്ഛനെങ്ങാനും ആണോന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ചന്ദ്രസേനന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുന്നുണ്ട്. അതിനർത്ഥം ചന്ദ്രസേനാന്ന് തോന്നി തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.